ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് എത്തിയിരിക്കുന്നത് ഷോർട്സുമായിട്ടല്ല, ഒരു കുഞ്ഞു ലോങ് വീഡിയോയുമായിട്ടാണ്. എല്ലാവരും കാണണം, സ്വൈപ്പ് ചെയ്തിട്ട് ഓടിപ്പോവല്ലേ. ഈ കാണിക്കുന്ന വർക്കുകളെല്ലാം ഞാൻ ചെയ്തിട്ടുള്ളവയാണ്, പക്ഷേ എൻ്റെ ഉദ്ദേശം അതല്ല. എന്നെപ്പോലെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗമായിക്കോട്ടെ, അതിനൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഞാൻ ഒരു ഡിഗ്രി ഹോൾഡറാണ്, PG ചെയ്തു, എക്സാം എഴുതിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡിപ്ലോമ കോഴ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവയൊക്കെ ഉണ്ടെങ്കിലും പുറത്തുപോയി ജോലി ചെയ്യാവുന്ന ഒരു സാഹചര്യമായിരുന്നില്ല എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നൊരു ഐഡിയ പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല മടി കാരണം അതൊന്നും ഞാൻ ചെയ്തിരുന്നില്ല. എൻ്റെ മക്കൾ വലുതായപ്പോൾ അവരുടെ ഫാഷൻ സങ്കല്പം ഭയങ്കര ഹ്യൂജ് എമൗണ്ട് മുടക്കേണ്ടവയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. മക്കളുടെ മെറ്റീരിയൽസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് കയ്യിൽ നിന്ന് പോകുന്നു. ആ ടൈമിൽ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് എനിക്ക് സ്റ്റിച്ചിങ് ചെയ്തുകൂടാ എന്ന്. കാരണം എനിക്ക് ഭയങ്കര ഒരു സ്റ്റിച്ചിങ്ങിൽ ഒരു കുഞ്ഞു കഴിവുകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് പണ്ടേ തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആകുമെന്നൊന്നും എനിക്ക് അന്നറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി 2 വർഷത്തെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഡിപ്ലോമ കോഴ്സിന് ചേർന്നു. സ്കൂൾ ഓഫ് എഡ്യൂക്കേഷനിലാണ്, ബോർഡാണ് എക്സാം നടത്തിയത്. അത് ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായി. എത്രാമത്തെ വയസ്സിലാണെന്ന് ചോദിച്ചാൽ 36ാമത്തെ വയസ്സിൽ. ഉദാഹരണം സുജാതയായി യൂണിഫോമും ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ പോയി പഠിക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ മടി പിടിച്ച് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കോഴ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ പോയി പഠിക്കുകയാണെങ്കിൽ ഭാവിയിൽ ഇതുപോലെ നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇത് മാത്രം സ്റ്റിച്ചിങ് മാത്രം പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഓർണമെൻറ്റ്സ് മേക്കിംഗ് ഉണ്ട്, ഒരുപാട് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന പ്ലേറ്റ് മേക്കിങ്, കവർ മേക്കിംഗ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്നും കൂടി കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എൻ്റെ മക്കളുടെ അരങ്ങേറ്റ ടൈമിൽ ഞാൻ അവർക്കൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ പെർ ഹെഡ് 2800 വെച്ച് ഞാൻ കൊടുക്കേണ്ടി വന്നു. ആ ടൈമിൽ ഞാൻ ഒരു ഉറച്ച തീരുമാനം എടുത്തു, ഇനി എൻ്റെ കുട്ടികളുടെ ഡ്രസ്സ് ഞാൻ പുറത്തു കൊടുത്ത് തയ്പ്പിക്കില്ല. അങ്ങനെയാണ് ഞാൻ ഈ മേഖലയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നെക്കൊണ്ടെന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഫാഷൻ ഡിസൈനിൻ്റെ ഡിപ്ലോമ കഴിഞ്ഞെങ്കിലും നമുക്ക് കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ കുട്ടികളുടെ സ്റ്റിച്ച് ചെയ്ത് എത്ര ഇട്ടാലും ആൾക്കാരല്ലേ എവിടെ നിന്നാന്നൊന്നും തിരക്കില്ല. പക്ഷേ എൻ്റെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് കസ്റ്റമേഴ്സ് അവരുടെ തുണി പോയാലും വേണ്ടിയില്ല എന്നുള്ള രീതിയിൽ എൻ്റെ കയ്യിൽ കൊണ്ടുതരികയും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും അങ്ങനെ പതുക്കെ ചുറ്റുവട്ടമുള്ളവരൊക്കെ അറിയാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ള ആൾക്കാരൊക്കെ നമുക്ക് ഡ്രസ്സ് തരികയും അത് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ ഈ മേഖലയിലേക്ക്, അതായത് ഒരു ഡിസൈനർ ബുട്ടീക്ക് എന്നുള്ള മേഖലയിലേക്ക് കടന്നു വരാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അവർ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു. ഇയാളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പുറത്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, എന്തെങ്കിലുമൊക്കെ ഐഡിയാപരമായിട്ട് ചെയ്തിട്ട് അത് പുറം ലോകത്തെ അറിയിക്കണം, ചുമ്മാതെ ഇങ്ങനെ സമയം വേസ്റ്റ് ആക്കരുത്. ആ രീതിയിൽ എൻ്റെ ഫ്രണ്ട്സ് വളരെ നിർബന്ധിച്ച് അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. എൻ്റെ ഹസ്ബൻഡുമായി ആലോചിച്ചപ്പോൾ അദ്ദേഹവും പൂർണ്ണ സപ്പോർട്ട് തന്നു, മക്കളോടും കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ പതുക്കെ നൈറ്റി ബിസിനസ് ആരംഭിച്ചു. ആ നൈറ്റി ബിസിനസ് അത്ര വലിയ ലാഭത്തിൽ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് വന്ന് കുർത്തികളൊക്കെ തയ്ച്ചു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് എന്നുള്ളത് പുറത്തേക്ക് അറിയാൻ തുടങ്ങി. അങ്ങനെയാണ് സുമീസ് ബുട്ടീക്ക് എന്ന സ്ഥാപനം ഉണ്ടാകുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ കളക്ഷനും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചങ്കായിട്ട് കൂടെ നിൽപ്പുണ്ട്. അങ്ങനെ നിൽക്കാൻ നമുക്ക് ആൾക്കാരുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ തീർച്ചയായിട്ടും ഈ മേഖലയിൽ വിജയം കണ്ടെത്തും. എൻ്റെ ഹസ്ബൻഡായാലും മക്കളായാലും എൻ്റെ ഫ്രണ്ട്സായാലും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്നെപ്പോലെയുള്ള കുറേ വീട്ടമ്മമാർക്ക് ഇതൊക്കെ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം കാണും. വീട്ടിലുള്ള കുഞ്ഞു മക്കളോടും വീട്ടിലുള്ള ഹസ്ബൻഡുമാരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്, അവരുടെ കഴിവുകൾ മനസ്സിലാക്കിയിട്ട് പരിപൂർണമായിട്ട് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കഴിവുകൾ അവർ പുറത്തേക്ക് കൊണ്ടുവരും. എല്ലാവരും എൻ്റെ ഈ വാക്കുകൾ കേൾക്കണം. ഈ വാക്കുകൾ കേട്ടിട്ട് എല്ലാ മക്കളും അമ്മയ്ക്കും അമ്മയുടെ എന്തെങ്കിലും കഴിവുകൾ, ചിലർ നന്നായിട്ട് പാട്ട് പാടും, പക്ഷേ പുറത്ത് നമുക്ക് കേൾക്കാത്ത രീതിയിലായിരിക്കും അവർ പാടുന്നത്. ഇതൊക്കെ കുഞ്ഞുമക്കൾ കണ്ടുപിടിച്ചിട്ട് അമ്മയുടെ ആ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരണം. എൻ്റെ ഒരു ആഗ്രഹമാണ്. നിങ്ങളത് സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാരുടെ അനുഭവത്തിൽ നിന്നാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ചുമ്മാ അത് വീട്ടിലിരിക്കുകയായിരുന്നു.
നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയാം. അതിനു മുമ്പ് ഹീറോ ഹോണ്ട ഷോറൂമിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അടുത്തുള്ളവരുടെ 1-2 ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമെന്നല്ലാതെ വലുതായിട്ടൊന്നും സ്റ്റിച്ചിങ് ഒന്നും എടുക്കുന്ന ആളേ അല്ലായിരുന്നു. പക്ഷേ ഞാൻ നിർബന്ധിച്ച് ഇപ്പം ആ പ്രദേശത്തെ ഏറ്റവും നല്ലൊരു സ്റ്റിച്ചിങ് ചെയ്യുന്ന ആളായിട്ട് അവൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരാൾ സപ്പോർട്ടിനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കഴിവുകൾ പുറത്തു വരും. ആ ഒരു നിശ്ചയദാർഢ്യം നമുക്കും ഉണ്ടായിരിക്കണം. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മളിൽ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് അവർ ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ള ഒരു തോന്നൽ നമുക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ മേഖലയിൽ സാധിക്കും. അപ്പോൾ എൻ്റെ കുഞ്ഞു മക്കളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ വീട്ടുകളിൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അമ്മമാർക്കോ നിങ്ങളുടെ ചേച്ചിമാർക്കോ ഒക്കെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് കഴിവുകൾ കാണും. അവ നിങ്ങൾ കണ്ടെത്തുകയും അവരെ പരിപൂർണമായി ആ കഴിവ് പുറത്തേക്ക് കൊണ്ടുവരുവാൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്ത്രീകൾക്ക് ഒരു വരുമാന മാർഗവുമാവും. അവർ വീട്ടിലിരുന്ന് അവർ വർക്കുകൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അവരിൽ പുതിയൊരു എനർജി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഒരു സഹകരണം വീട്ടമ്മമാർക്ക് വേണ്ടി മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്ത ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമെന്ന് വിശ്വാസത്തോടു കൂടി ഇനി ഒരു വീഡിയോയുമായി വരും വരേക്കും ബൈ ഫ്രം സുമീസ് ബൊട്ടീക്ക്.